ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിംപ്ലി മിത്രൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നെല്ലിക്ക കൊണ്ട് ഒരു നല്ല സ്വീറ്റ് ക്യാൻഡി എങ്ങനെ റെഡിയാക്കാം നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാം. എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോൻ്റെ അടുത്ത് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നെല്ലിക്ക നല്ലോണം കഴുകി വെച്ചതാണ്. ഈ നെല്ലിക്കനെ ആദ്യം നമുക്ക് ആവി കയറ്റി എടുക്കണം. അപ്പോൾ നെല്ലിക്ക ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഗ്യാസിൽ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാത്രം, ഇത് സ്റ്റീമർ പാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി ഒരു 10 മിനിറ്റ് ആവി കയറ്റി കൊടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നെല്ലിക്ക എന്തായിട്ടുണ്ടെന്നൊന്ന് നോക്കാം. നല്ല രീതിയിൽ ആവി പോയിട്ടുണ്ട്. നിറം മാറിനതാ, നെല്ലിക്ക ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പാകം. ഇതുമാതിരി നെല്ലിക്ക ചെറുതായി പൊട്ടിട്ട് വരണം. പോർക്ക് കൊണ്ട് തൊടുമ്പോൾ ഓപ്പണായി കിട്ടണം. അപ്പോൾ ഇത് പാകം. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കുറച്ചിത് തണുക്കാൻ വെക്കാം. കുറച്ച് സമയത്ത് തണുക്കട്ടെ, എന്നിട്ട് കുരു മാറ്റേണ്ടതുണ്ട് നമുക്ക്. അപ്പോൾ ഇത് നല്ലോണം ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്പണാക്കി എടുത്തിട്ട് കുരു മാറ്റിയെടുക്കാം. അതിൻ്റെ കുരു മാറ്റിയിട്ട് ഇതുമാതിരി ഓരോ അല്ലിയാക്കി ഇട്ട് വെക്കാം. അപ്പോൾ 10 മിനിറ്റ് മാത്രമേ ആവി കയറ്റിയത്. ആ 10 മിനിറ്റ് കൊണ്ട് നല്ലോണം എളുപ്പത്തിൽ കുരു കയ്യിൽ നീങ്ങി വന്നിട്ടിട്ട് വെറുതെ ഒന്നിങ്ങനെ ഞെക്കി കൊടുത്താൽ മാത്രം മതി. ഇളകി വരുന്നുണ്ട്, നല്ല രീതിയിൽ ഇളകി കിട്ടുന്നുണ്ട്. എല്ലാ നെല്ലിക്ക ഇതുപോലെ കുരുകളഞ്ഞ് ഇങ്ങനെ അല്ലിയായിട്ട് വേർതിരിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ വരുന്നു, കത്തിയോ ഒന്നും വേണ്ട. അപ്പോൾ മുഴുവൻ നെല്ലിക്കയും കുരുകളഞ്ഞിട്ട് അല്ലി വേർതിരിച്ചിട്ട് വെച്ചിടാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കിലോ നെല്ലിക്കയ്ക്ക് ഒരു 600 ഗ്രാമിൻ്റെ അളവിലാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് കുലുക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര എല്ലാ സ്ഥലത്തും ഒരുപോലെ മിക്സ് ചെയ്ത് വരും. അപ്പോൾ പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം. ശർക്കര ആകുമ്പോൾ 1 കിലോ നെല്ലിക്കക്ക് 3/4 കിലോ വരെ ശർക്കര വേണ്ടി വരും. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കിലോ നെല്ലിക്കക്ക് 600 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര എല്ലാ സ്ഥലത്തും ഒരുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ദിവസമെങ്കിലും മൂടി വെക്കണം. ഓരോ ദിവസം കൂടുമ്പോഴും രാവിലെ ഒന്നെടുത്ത് ഇളക്കി കൊടുക്കുക. 3 ദിവസം ആകുമ്പോൾ മുഴുവൻ പഞ്ചസാര ഇതിൻ്റെ മുകളിൽ അലിഞ്ഞ് പാനിയായി വരും. അതുവരെ ഇത് മൂടി വെക്കേണ്ടതുണ്ട് ഒരു സ്ഥലത്ത്. അപ്പോൾ ഉറുമ്പൊന്നും കയറാതെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം മൂടി വെക്കാൻ. അപ്പോൾ നമുക്കിത് തൽക്കാലം 3 ദിവസത്തേക്ക് മൂടി വെക്കാം. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പഞ്ചസാര ഇട്ട് വെച്ച നെല്ലിക്ക എന്തായാലും നോക്കാം. നമുക്ക് കാണാം നെല്ലിക്കൻ്റെ മുകളിൽ പഞ്ചസാര വെള്ളമായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം പിടിച്ചിട്ടുണ്ട്. നെല്ലിക്ക ലേശം ചുരുണ്ട് വന്നിട്ടുണ്ട്, കാണുന്നുണ്ടുള്ള. അപ്പോൾ നമുക്കിനി ഈ വെള്ളത്തിൽ നിന്ന് നെല്ലിക്ക മാറ്റിയെടുക്കണം. മാറ്റിയിട്ട് ഇതൊരു 3-4 ദിവസം കൂടി വെയിലത്ത് വെച്ച് ഉണക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര വെള്ളം ഒന്ന് അരച്ചെടുക്കാം ആദ്യം. പഞ്ചസാര വെള്ളം തയ്യാറിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെല്ലിക്ക കഷ്ണം ഉണങ്ങാൻ വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു വലിയ സ്റ്റീൽ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സാധാരണയായി നമ്മളെല്ലാം ഉണക്കുന്ന പാത്രം തന്നെയാണ്. അപ്പോൾ അതിലോട്ട് മാറ്റാം. അപ്പോൾ നെല്ലിക്ക എല്ലാ സ്ഥലത്തും ഒരുപോലെ വരുന്ന പോലെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല വെയിലുണ്ടെങ്കിൽ 3-4 ദിവസത്തെ വെയിൽ മതിയാവും. പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് മായം വരുന്നുണ്ട്, വെയിൽ നല്ലോണം കിട്ടണമെന്നില്ല.
അപ്പോൾ വെയിലില്ലെങ്കിൽ നമുക്കിത് ഫാനിൻ്റെ അടിയിലും വെച്ചിട്ട് ഉണക്കാവുന്നതാണ്. അപ്പോൾ ഇത് നെല്ലിക്കട്ട പഞ്ചസാര വെള്ളമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇതിൽ നെല്ലിക്കൻ്റെ ഗുണമെല്ലാം ഇതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വെള്ളം കളയേണ്ടതില്ല. ഇത് നമുക്ക് നല്ലോണം തിളപ്പിച്ച് ആറ്റിയാൽ ഇതിനെ നമ്മൾ വൈനുണ്ടാക്കുന്ന സമയത്ത് വൈനുണ്ടാക്കാൻ ഈ വെള്ളം ഉപയോഗിക്കുക. അതുപോലെ തന്നെ വെറുതെ ഇങ്ങനെ ഫ്രിഡ്ജിൽ ബോട്ടിലിട്ട് സൂക്ഷിച്ച് വെക്കുന്നെങ്കിൽ ഇത് നമുക്ക് ജ്യൂസെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് 1-2 സ്പൂൺ ചേർത്തിട്ട് കഴിക്കാം. ഏറ്റവും നല്ല ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു വെള്ളമാണിത്. അപ്പോൾ ഇത് കളയേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിതിപ്പോൾ ഇങ്ങനെ അടച്ച ഫ്രിഡ്ജിൽ വെക്കാം. ജ്യൂസോ മറ്റോ ആക്കുമ്പോൾ ഇത് ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് കുറച്ച് വെയിലുണ്ട്. അപ്പോൾ നെല്ലിക്ക വെയിലത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നെല്ലിക്ക വെയിലത്ത് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നല്ല പശപ്പുണ്ട്. അപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് മറ്റോ പൊടിയോ മറ്റോ വീണിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല, നെല്ലിക്കയിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വെളുത്ത ഒരു നേരിയ ഒരു കഷ്ണം തുണി കഷ്ണം എടുത്തിട്ടുണ്ട് ഇവിടെ. അതിന് നെല്ലിക്കൻ്റെ മുകളിൽ ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് വേണം നമുക്കിത് വെയിലത്ത് വെക്കാൻ. അപ്പോൾ നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കാൻ പോവാം. 3 ദിവസം കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ ആയിട്ടുണ്ടെന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ നെല്ലിക്ക 3 ദിവസത്തെ വെയിൽ കൊണ്ടിട്ടുണ്ട്. നല്ല രീതിയിലായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്ര മതി, ഇതിനേക്കാൾ കൂടുതൽ ഉണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിലായിട്ടുണ്ട്. ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിന് നമുക്കൊരു നല്ല ഡ്രൈ കണ്ടെയ്നറിലേക്ക് മാറ്റണം. അതിനു മുമ്പ് ഇതിലേക്ക് ലേശം പഞ്ചസാര പൊടിച്ചത് കൂടി ചേർക്കണം. അത് ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 2 സ്പൂൺ പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. നമുക്കത് ഈ നെല്ലിക്ക മിഠായിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്പൂൺ വെച്ചൊന്ന് നല്ലോണം നെല്ലിക്ക മിഠായിൻ്റെ എല്ലാ സ്ഥലത്തും പഞ്ചസാരപ്പൊടി പറ്റുന്ന പോലെ ഇളക്കി കൊടുക്കാം. അടിപൊളി നെല്ലിക്ക മിഠായി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഡ്രൈ കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നെല്ലിക്ക മിഠായി നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പുളിയും മധുരവും ഷാർപ്പും ചേർന്ന നല്ലൊരു നെല്ലിക്ക മിഠായിയാണിത്. ഒരെണ്ണം കഴിച്ച് നോക്കിയാൽ പിന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഈ നെല്ലിക്ക മിഠായി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. എങ്ങനെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് കമൻറ്റിലും പറയണം. അപ്പോൾ ഇതുപോലെ കട്ടാമിട്ട രുചിയിലും കൂടി നെല്ലിക്ക തയ്യാറാക്കാൻ പറ്റൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മൾ കട്ടാമിട്ട നെല്ലിക്ക കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്.